ആനപ്പന്തി കാണക്കിനാവിന്റെ ഷൂട്ടിംഗ് നടന്ന സ്ഥലട്ടോ ഈ സ്ഥലം. അങ്ങനെ SMG കൂട്ടായ്മയുടെ ഭാരവാഹികൾ നെടുങ്കായം, നിലമ്പൂർ നെടുങ്കായത്തിലേക്കാണ്. നെടുങ്കായം എന്നല്ല, ഈ ഫോറസ്റ്റ് ആ ഇല്ല ഫോറസ്റ്റ്. അതേട്ടാ ഇത് പോയോക്കലാ, പോയോക്ക എന്താ പാടുള്ളത് പറയും. എന്താ പോയോക്കലാ? എന്താ നമ്മളെ നിലമ്പൂര് നിലമ്പൂർ വനത്തിലൂടെയുള്ള വനശ്രീ ഇക്കോ ഷോപ്പ് നെടുങ്കയം. ഇവിടെ കാടുകളും തേക്കുകളും എല്ലാം ഉണ്ട്. എല്ലാം കൊണ്ടും സിറാജ് കൂടുതൽ അറിയിക്കാറുണ്ട്. എന്താ പറയുക? ഇത് സ്ഥലത്തിന്റെ പേര് നെടുങ്കായം ഫോറസ്റ്റ്. നല്ല ഒരു പ്രകൃതി രമണീയമായ കാഴ്ച, നല്ല കാഴ്ച. സിറാജിന് നമ്മളെ ഏരിയ ഇത് എനിക്ക് നല്ല അറിവില്ല. നല്ല വൈബുള്ള ലെവലാണ്. പോയോക്ക. ഓക്കെ, അപ്പൊ നമ്മളെ സുനീർക്കും അതുപോലെ സിറാജും അകത്തേക്ക് പോകാനുള്ള ടിക്കറ്റ് എടുക്കാൻ പോയതാണ്. ഓക്കെ, ടിക്കറ്റ് എത്തി. ഇനി നമ്മൾ കാഴ്ച കണ്ടുനോക്കാം, നെടുങ്കായത്തെ കാഴ്ച. തേക്കാണ് മെയിൻ. ഒരു തേക്കും കാഴ്ചട്ടാ. ഒരു 10 അടി റോഡിന്, ഒരു 12 അടി റോഡിന് ഇങ്ങനെ ഇവിടെ സിറാജ് മുന്നിൽ പോയിക്കട്ടാ. വല്ലതും ചാടും മുന്നോട്ട്. ആന, സിംഹം, കടുവൊക്കെ ഉണ്ടാവും. ഏതായാലും കുരങ്ങുണ്ടാവും ഉറപ്പല്ലേ? മരം നോക്കാണ്, തടികള്. അടിപൊളി സ്ഥലട്ടാ. ഞാൻ ഒന്നും കൂടി ആ മൂലക്കലാണ് യമുണ്ട്. മുന്നിലാണ് ഒള്ളി തേക്ക്. നിലമ്പൂർ ഫോറസ്റ്റ് നെടുങ്കായത്തിന്റെ പ്രധാന ഏരിയയിൽ നമ്മൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളെ സുനീർക്ക, അതുപോലെ ബഷീർ, പിന്നെ സിറാജ്, പിന്നെ ബാസേട്ടന് ഒക്കെ മുന്നിലെ നമ്മളെ വാഗണറിലുണ്ട്. എത്തി ഇനി പ്രധാനപ്പെട്ട നെടുങ്കായത്തിന്റെ ഒരു വ്യൂ കണ്ടന്റ് നോക്കണം. അപ്പോ SMG കൂട്ടായ്മയുടെ ജനറൽ സെക്രട്ടറിയും വൈസ് പ്രസിഡന്റും കൂടെ, അതുപോലെ എക്സിക്യൂട്ടീവ് മെമ്പർ ഷബീർ തിരൂര്, അതുപോലെ സിറാജ് കോയിച്ചന, സുനീർക്ക, സിറാജ് വണ്ടൂർ, അങ്ങനെ ബഷീർക്ക, ആസേട്ടനൊക്കെ ഉള്ള യാത്ര നമ്മൾ നെടുങ്കരിക്കല്ലേ. അപ്പൊ ഇനി ഇവിടുന്ന് അടിപൊളി കാഴ്ച കാണിച്ചിട്ടുണ്ട്. ടിക്കറ്റ് എടുക്കി. നമ്മളെ കാണക്കിനാവിന്റെ ഷൂട്ടിംഗ് നടന്ന സ്ഥലട്ടോ ഈ കാണാക്കിനാവിന്റെ ഷൂട്ടിംഗ്. മുകേഷൊക്കെ ഇതിൽ പോന്ന അവിടെ അടിപൊളി ഒരു ബ്രിട്ടീഷുകാരുടെ കാലത്ത് അന്ന് ഉണ്ടാക്കിയ പാലമാണ്. സായിപ്പിന്റെ ശവകുടീരൊക്കെ നമുക്ക് കാണാം. ചാച്ചൂച്ചിന്റെ ശവകുടീരൊക്കെ ഉണ്ട്. പാസേട്ടാ എങ്ങനെ? പാസേട്ടാ നല്ല വൈബിലാ. എന്താ പ്രത്യേക ഒരു കല്ല്, ഈ മറ്റേ ഇതുണ്ട്, ഒരു വെള്ളാരം കല്ല്. ഉരുണ്ട് മലകളിൽ നിന്നും ഉരുണ്ട് വന്നു കണ്ടുള്ള കല്ലുകൾ. യഥാർത്ഥ കാട്ടരുവി സംഭവം സൂപ്പർ ആയിരിക്കണം. ഒരു പ്രാവശ്യം വന്നാൽ പിന്നും വരും. അതെ, പ്രത്യേകിച്ച് ഈ നാച്ചുറൽ ആയതുകൊണ്ട്, നമ്മള് ഈ കൃത്രിമം അല്ലാത്തതുകൊണ്ട് നമുക്ക് ഇപ്പം അത് രസമുള്ള കാണാൻ. സംഭവം സൂപ്പർ സ്ഥലം. അപ്പൊ ഞാൻ മുന്നോട്ട് വെക്കാം. സർവാകയുടെ പ്രത്യേകത ചെയ്യണം, പുഴയിലേക്ക് ഇറങ്ങരുത്, മരണം പതിയിരിക്കുന്നു. ചുഴിയും കയവും ധാരാളം ഉള്ളതിനാൽ സൂക്ഷിക്കുക. നമ്മുടെ സുരക്ഷ നമ്മുടെ കൈകളിൽ തന്നെ ആവട്ടെ. പാലം കഴിഞ്ഞപ്പോൾ അടുത്ത പോൾ അപകട ട്രസ്റ്റ് എഞ്ചിനീയർ ഈ അങ്ങനെ നമ്മളെ പാലൊക്കെ കഴിഞ്ഞു. ഇതാ ഏകദേശം പകുതി എത്തിട്ടോ, നടന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്.
ഇവിടെ ഒന്നുമില്ല. നെടുങ്കായത്തേക്ക് വന്നത് കിട്ടിയില്ല. സാഹിബിന്റെ ശവകുടീരം കാണാല്ലേ? ആ അപ്പൊ എത്ര വർഷം പാക്കണ്ട അവിടെ ഇരിക്കുമല്ലേ? അതുണ്ടാവും. അവിടെ എഴുതി വെച്ചേക്കുമല്ലേ? ഡേറ്റ് ഉണ്ടാ നോക്കാം നമുക്ക്. ജനനം 1997. ഇതാണ് ആള്. ഇയാളെ ശവകുടീരത്തിന് എടുക്കാൻ പോകുന്നത് 1998. ജോസാണ്. ദാസ് ജോയ്സൺ. ഏതായാലും നമ്മൾ കയറിയൊക്കെ ഏതായാലും ശവകുടീരം. എന്നാ കണ്ടോളിട്ടോ. ഷബീർക്ക, സിറാജ്, അഷറഫ് കോട്ടക്കൽ, സുനീർക്ക, വാസേട്ടൻ, സിറാജ്. ഇവിടെ നമ്മളെ സാഹിബിന്റെ മറ്റവിടെ എന്നാ കണ്ടില്ല. ഇതാണല്ലോ ആള്. ഓഹോ, നീ കണ്ടില്ലാറാ? അപ്പോൾ ആനക്കയം നമ്മളെ ഈ ഫോറസ്റ്റ് ഇങ്ങനെ കടന്നു വന്നപ്പോൾ ഇവിടെ ഒരു ശവകുടീരം, ബ്രിട്ടീഷുകാർ വന്ന് മരണപ്പെട്ട അദ്ദേഹത്തിൻ്റെ ശവകുടീരമാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ഓക്കെ, അപ്പോൾ നമ്മുടെ സുഹൃത്തുക്കളൊക്കെ ഇവിടം വരെ ഷബീർക്ക കുറച്ച് പേന മേടിക്കണം. അപ്പോൾ ആ ഒരു ഏരിയക്ക് പോയി കൊടുക്കണം. അല്ല, ചെറുതാനുണ്ട്. നല്ല തേന ഏതാണ്? കാട്ടുതേന അല്ല, ഈ തേനിൽ തന്നെ ഉണ്ടായിട്ടില്ല. ചെറുതേനും വലിയ തേന. അതിൽ നല്ല തേന ഏതാ? ചെറുതാനല്ലേ? കുട്ടികൾക്ക് കൊടുക്കാനേ. ബൈബിൾ ബദൽ സ്കൂൾ നെടുങ്കയം. അപ്പോൾ ട്രെയിൻ സ്പോട്ടാണ്. ട്രെയിൻ ബോഗിയാണല്ലേ? ബോഗി സ്കോർ. നമ്മളെ വാസേട്ടന്, സിറാജ്, അഷറഫൊക്കെ നടന്ന് വാങ്ങിയാണ്. വാസേട്ടൊക്കെ വാങ്ങിയാ? ഇത് കാണുമ്പോൾ ഒരു ഇൻട്രസ്റ്റ്. വാ, മുതലായില്ല സിറാജേ? എന്താ പാട്? വാസേട്ടൻ പറഞ്ഞൊരു എന്ത് കുഴക്കലേ? ഇതൊക്കെ കാണുന്ന ഭാഗങ്ങളാണ്. ഇതൊക്കെ കണ്ടില്ലേ കാണുന്ന നഷ്ടമാണ്. സെക്രട്ടറി ഫോൺ തരല്ലോ വന്നപ്പോൾ തന്നെ കാര്യമായിട്ട് ഫോൺ വിളിയില്ല, ഒരു രക്ഷയില്ല. എങ്ങനെയുണ്ട്? കാര്യമായിട്ട് ഫോൺ വിളിയില്ല അല്ലേ? നല്ല ഏരിയ എത്തി. നല്ല ഏരിയ കേട്ടത്. ഒരു ട്രെയിൻ ഉണ്ട്. ട്രെയിനായി ബോഗിയൊക്കെ ചെയ്യുള്ളൊരു സ്കൂളിലാണ്. എന്താ ഇവിടെ സംഭവം? എന്താ പത് ബഷീറെ? ബഷീറിന് എന്താ? ആനപ്പന്തി വെരി ഗുഡ്. അത് റോഡ് നോക്കി എന്താ കറക്റ്റ് പറഞ്ഞതാ. ആനപ്പന്തി പ്രവർത്തനം ആരംഭിച്ച 1930. അന്ന് 41 ആനകളുണ്ടായിരുന്നു ഇവിടെ. കേരളത്തിലെ വിവിധ സ്ഥലങ്ങളിൽ നിന്നും വാരിക്കുയിൽ പിടിച്ച ആനകളെ ഇവിടെ മെരുക്കിയെടുക്കാൻ കൊണ്ടുവന്നിരുന്നു. ബ്രിട്ടീഷുകാർ ഇവിടെ മൊത്തം 5 ആനപ്പന്തികളെ വരെ ഉണ്ടാക്കിയിരുന്നു. ഇവിടെ മെരുക്കിയെടുത്ത അവസാനത്തെ ആന കുഷനാണ്. ഈ ആനയെ പിടിച്ചത് ഇങ്ങാറിൽ നിന്നായിരുന്നു. ഈങ്ങാറിൽ നിന്നായിരുന്നു. യെസ്. ഇതാണ് ആ സംഭവം അല്ലേ? 46 ആന പിടിച്ചതൊക്കെ ഇത് പറഞ്ഞേ. മൊത്തം പിടിച്ചേക്കാരം. ബസീറ നദിയിൽ എടുത്തിടാ. ബഷീറിനെ മെരുക്കി ആനക്കും അതിൽ ബഷീറിനെ ഇത് ജെറ്റിനൊക്കെ അറിയണില്ലല്ലോ ബഷീറെ. അവിടെ തലയും പാലും കാണില്ല. അത് ആനക്കുട്ടിയെന്ന് ചോദിച്ചോളൂ അല്ലേ? നല്ല വിറ്റ്. അഷറഫുക്കയുടെ കോമഡികൾ.
കയം സായിപ്പിന്റെ ശവകുടീരം എല്ലാം കണ്ടു. അതുപോലെ ആനനൊക്കെ ഒരു ഇതുണ്ടല്ലേ കഴിഞ്ഞതാ തിരിച്ച് വണ്ടിയിലേക്ക്. എനിക്ക് മധുരം കമ്മിട്ടാ എന്നാ ഒരു ചായ ആ സഞ്ചി വരണ്ടേ മിസ്സിനെ അതല്ല റേഷൻ ഉണ്ടാവും. ആ താങ്ക് യു ആ നമുക്ക് മധുരമില്ലാത്തതായിട്ട് പൊളിച്ചു. പൈസ ഗൂഗിൾ പേ ജീപ്പേ കയ്യിലായിരുന്നു പൈസ ഇല്ല. കയറി ക്ലാസ് കഴിക്കേണ്ടി വരും. പാത്രം കഴിക്കേണ്ടി വരും. പാത്രം കഴിക്കേണ്ടി വരും. ഒരൊറ്റ നെറ്റില്ലാത്തോടെ ജീപ്പേ കയറില്ല. അപ്പൊ സിറാജ് ഇവിടെ നിൽക്കാൻ കയറ്റിക്കണേ എല്ലാവരും ചായന്റെ കാര്യം. സിറാജ് ഈ ഏരിയക്ക് വരണ്ട 25 കൊല്ലം മുന്നേ എന്നെ അത്ര വൈകി 25 പ്രാവശ്യം വന്നു കരുതിയാ. അപ്പൊ എന്ത് ചെയ്യാ നല്ല അടിപൊളി സ്ഥലട്ടാ നിങ്ങൾ കാണിച്ചത്. ഞാൻ പാസ്വേഡ് പൊളിച്ചൂല ഫസീറിനൊക്കെ എയിമുള്ള ടവർ കിട്ടിയ ഒരു കേക്ക് തരും കാത്തിക്കാണ്. ലാസ്റ്റ് അടവ് പിന്നെ നിലമ്പൂർ വിട്ടു പോയിട്ടില്ല. വള്ളിക്കാരൻ്റെ സൽക്കാരം കൂടി കഴിഞ്ഞിട്ട് പോകുന്നതാണ്. ഞാൻ നിലമ്പൂർ വിട്ടു പോയില്ല. വള്ളിക്കാരൻ്റെ സൽക്കാരാണ് എൻ്റെ പോ. അപ്പൊ ചായ കുടിച്ചു ഞങ്ങൾ നാട്ടിലേക്ക്. എന്തായാലും നമ്മൾ വന്ന ഐറ്റം പോവാം. ഇതിലുണ്ട് 5 മൈൽ അപ്പോൾ ഗേയ്സ് നമ്മുടെ സുഹൃത്തുക്കളുമൊത്തുള്ള ഇന്നത്തെ യാത്രയുടെ വീഡിയോ ഒക്കെയാണ് നമ്മൾ കണ്ടത്. അപ്പോൾ താൽക്കാലികമായിട്ട് ഞാൻ ഈ വീഡിയോ അതിൻ്റെ പേരാണ്. വീഡിയോ ഇഷ്ടപ്പെടാൻ സപ്പോർട്ട് ചെയ്യുക. ഫേസ്ബുക്ക് ഒന്ന് ഫോളോ ചെയ്യുക, ഇൻസ്റ്റ ഫോളോ ചെയ്യുക, യൂട്യൂബ് സബ്സ്ക്രൈബ് ലൈക്ക് എനേബിൾ ചെയ്യുക. അപ്പോൾ ഇതുപോലെയുള്ള അടുത്തൊരു വീഡിയോ ആയിട്ട് വരെ എല്ലാവർക്കും ഇൻഷാ അല്ലാഹ്.